ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ? നമ്മളിങ്ങനെ കുറേ ദിവസങ്ങളായി മാസങ്ങളായി ചർച്ച ചെയ്യുകയാണ്. മെസ്സി വരും, ഇല്ല വരുന്നില്ല, ദാ പിന്നെയും വരുന്നു, ദാ വരുന്നില്ല എന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ ഏറെക്കുറെ അല്ല ഉറപ്പിക്കാം വ്യക്തമാവുകയാണ്, ലയണൽ മെസ്സി ഉടൻ കേരളത്തിലേക്ക് ഇല്ല. നമുക്കറിയാവുന്ന പോലെ അർജന്റീന ടീമിന്റെ ലയണൽ മെസ്സിയുടെ സന്ദർശനത്തിന്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ അതിൽ കേരളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്റെ പ്രതികരണങ്ങൾ തേടി ഇന്ന് മാധ്യമപ്രവർത്തകർ കായിക മന്ത്രിയെ കണ്ടു. അപ്പോൾ കായിക മന്ത്രി ആദ്യം ഒന്ന് ക്ഷുഭിതനായി. അതിന്റെ കാരണം എന്താണ്? കായിക മന്ത്രി ക്ഷുഭിതനാവുന്നതിന് കാരണം കായിക മന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കുന്നത് ഇതാണ്: സ്പോൺസർമാരാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെടുന്നത്, അല്ലാതെ കേരളത്തിൻ്റെ സർക്കാരോ കായിക വകുപ്പോ അല്ല ഈ ചർച്ചകൾ നടത്തുന്നത്. പൂർണ്ണമായിട്ടും സ്പോൺസർഷിപ്പിനെ ആശ്രയിക്കുന്ന ഒരു പരിപാടിയാണ് ലയണൽ മെസ്സിയുടെ കേരള സന്ദർശനം. അപ്പോൾ കേരളത്തിലേക്ക് ലയണൽ മെസ്സി എത്തുന്ന കാര്യവും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ടുള്ള ചർച്ചയൊക്കെ നടത്തുന്നത് ആരാണ്? സ്പോൺസർമാരാണ്. ആരാണ് കേരളത്തിലേക്ക് അർജന്റീന ടീമിനെ ലയണൽ മെസ്സിയെ എത്തിക്കുമെന്ന് പറഞ്ഞ സ്പോൺസർമാർ? അത് മറ്റാരുമല്ല, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് RBC. ഈ RBC സംഘം ലയണൽ മെസ്സിയുമായും അർജന്റീന ടീമുമായും ചർച്ചകൾ നടത്തി എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, ഏതാണ്ട് 350 കോടിയിലേറെ രൂപയുടെ ഇടപാടാണ് അല്ലെങ്കിൽ തുകയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. 350 കോടിയിലേറെ തുകയുടെ ഏതാണ്ട് 30%, 100 കോടിയിലധികം രൂപ ഈ RBC സ്പോൺസർമാർ എന്ന നിലയിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നൽകുകയും ചെയ്തു. അപ്പോൾ ഈ തുക ഇനി മടക്കി കിട്ടുമോ? ലയണൽ മെസ്സിയോ അർജന്റീന ടീമോ വന്നില്ലെങ്കിൽ കിട്ടില്ല, യാതൊരു സാധ്യതയുമില്ല. ഒരുപക്ഷെ നിയമവശമായി നിയമ പോരാട്ടമായി സംഘാടകർക്കോ സ്പോൺസർമാർക്കോ നീങ്ങാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി അതിൽ കരാർ ലംഘനം ഉണ്ടായി എന്നുള്ള കാര്യമായിരിക്കാം അർജന്റീന വാദിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളി ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിരാശയാണ് ലയണൽ മെസ്സിക്ക് വരാൻ കഴിയില്ല, ലയണൽ മെസ്സി എത്തില്ല എന്നുള്ള കാര്യം. കാരണം ലയണൽ മെസ്സിയും അർജന്റീന ടീമും നിലപാടെടുത്തത് ഒക്ടോബർ മാസത്തിൽ, ഒക്ടോബർ വിൻഡോയിൽ ആ സമയത്ത് സന്ദർശനം സാധ്യമല്ല എന്നാണ്. പക്ഷേ സ്പോൺസർമാരും അതേ നിലപാടെടുത്തു, ഒക്ടോബറിൽ തന്നെ വരണം, ഒക്ടോബറിൽ വന്നാൽ മാത്രമേ ഈ പരിപാടി വിജയകരമായി നടത്താൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ അവിടെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വിയോജിപ്പ് അറിയിച്ചു. അർജന്റീനയ്ക്കോ ലയണൽ മെസ്സിക്കോ വരാൻ കഴിയില്ല എന്നുള്ള നിലപാടറിയിച്ചു. അങ്ങനെ ഒരു കാര്യം വ്യക്തമാണ്, ഈ വർഷം എന്താണെങ്കിലും ലയണൽ മെസ്സിയും അർജന്റീനയും എത്തില്ല. ഇനി അടുത്ത വർഷം നടക്കുമോ? സാധ്യത ഒട്ടുമില്ല. കാരണം എന്താണ്? ലോകകപ്പ് നടക്കുന്ന വർഷമാണ്. ലോകകപ്പ് നടക്കുന്ന വർഷത്തിൽ ഇത്തരം മറ്റു സന്ദർശനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാൻ ഒരു സാഹചര്യവും ഒരു സാധ്യതയുമില്ല. കാരണം പ്രത്യേകിച്ചും ലോക ചാമ്പ്യന്മാരായി നിൽക്കുന്ന അർജന്റീനയ്ക്ക് അടുത്ത ലോകകപ്പ് നിർണായകമാണ്. ലയണൽ മെസ്സി മറ്റൊരു ലോകകപ്പ് കൂടി കളിക്കുമെന്ന് നമ്മൾ കരുതുന്നുമില്ല. അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവർ ബാധ്യസ്ഥരുമാണ്. അർജന്റീന ഫുട്ബോൾ ടീമിന് മറഡോണയ്ക്ക് ശേഷം ഇത്രമാത്രം ഉയരങ്ങളിലേക്ക് എത്തിച്ച ആ ഇതിഹാസ തുല്യനെ അത്രമാത്രം ഗംഭീരമായിട്ടുള്ള യാത്ര ഇപ്പോൾ നൽകിയേ പറ്റൂ അർജന്റീനയ്ക്ക്. അതുകൊണ്ട് കേവലം ഒരു ഇന്ത്യ സന്ദർശനം നടത്തി ആരാധകരെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ട് ഒരു സന്ദർശനത്തിനൊന്നും തയ്യാറെടുക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് സാധിക്കില്ല. സാധിച്ചാൽ അത് വലിയ വിവാദമാവുകയും ചെയ്യും. അതുകൊണ്ട് അടുത്ത വർഷവും അർജന്റീന എത്തില്ലെന്ന് ഉറപ്പായി. ഇനി അതിനുശേഷം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഈ കരാറിൻ്റെ സാധുത ഉണ്ടാകില്ലല്ലോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്താണ് നമ്മൾ തീരുമാനിക്കേണ്ടത്? അർജന്റീന ടീം എത്തില്ല എന്ന് തന്നെ. നമ്മൾ ആഗ്രഹിച്ച വെള്ളം അങ്ങ് മാറ്റിവെക്കാം. ലയണൽ മെസ്സിയെ നമുക്ക് കാണണമെങ്കിൽ കൊൽക്കത്തയിലോ മുംബൈയിലോ അഹമ്മദാബാദിലോ ഒക്കെ തന്നെ പോയി കാണേണ്ടി വരുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 350 കോടിയിലേറെ രൂപയുടെ കരാറാണ് ലയണൽ മെസ്സിയുമായി അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി എത്തിച്ചേരേണ്ടിരുന്നത്. അതിൽ 100 കോടിയിലേറെ രൂപ ഉടൻ നൽകുകയും ചെയ്തു. പക്ഷേ ആ തുക കിട്ടിയതിലെ കാലതാമസം നേരത്തെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കിയതും വലിയ വിവാദമായിരുന്നു. പക്ഷേ ആ 100 കോടിയിലേറെ രൂപ നൽകിയത് വലിയ ആശ്വാസമായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക്, മലയാളികൾക്ക്. പക്ഷേ അതും സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നില്ല എന്ന് വ്യക്തമാവതോടുകൂടി നമുക്ക് അർജന്റീനയിൽ നിന്നുള്ള ടീമിൻ്റെ വരവിനെ തൽക്കാലത്തേക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുക തന്നെ ചെയ്യാം. ചൈനയിലേക്ക് പോകുന്നുണ്ട് ടീം. കാരണം ചൈനയിൽ ഉടനടി മുഴുവൻ തുകയും കൊടുത്ത് ഫുട്ബോൾ അസോസിയേഷനുമായി കരാർ ഒപ്പിടാൻ അവിടുത്തെ സ്പോൺസർമാർക്ക് കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കായിക മന്ത്രി പലപ്പോഴും ഈ അർജന്റീന ടീമും ലയണൽ മെസ്സിയും എത്തുമെന്നുള്ളത് ഘോരഘോരം പറഞ്ഞതാണ്. വലിയ തോതിൽ അത് അഭിമാനപൂർവ്വം ഏറ്റെടുത്തതാണ്. പക്ഷേ ഇപ്പോൾ അത് കേവലം സ്പോൺസർമാരുടെ മാത്രം ചർച്ചയായിരുന്നു, സ്പോൺസർമാരുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അവരാണ് ഇടപാടുകൾ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയുന്നത് അല്പം മോശമാണ്. കായിക മന്ത്രിക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അല്ലെങ്കിൽ പറയാതിരിക്കണമായിരുന്നു. ലയണൽ മെസ്സി വരാൻ പോകുന്നുവെന്ന് കൊട്ടിഘോഷിച്ചിട്ട് ലയണൽ മെസ്സി വരുന്നില്ല എന്നുള്ളത് എന്ത് മോശമാണ്, പ്രത്യേകിച്ചും മലയാളി ഫുട്ബോൾ ആരാധകരോട് ചെയ്യുന്നത് എന്നുള്ളതാണ് കാര്യം. എന്താണെങ്കിലും നമുക്ക് തൽക്കാലം ഇനി ലോകകപ്പിൽ മെസ്സി കളിക്കുന്നതൊക്കെ സന്തോഷിക്കാം. ഇന്ത്യയിലേക്ക് വരുന്നുണ്ടല്ലോ, ആഗ്രഹമുള്ള എല്ലാവരും അഹമ്മദാബാദിലേക്കോ കൊൽക്കത്തയിലേക്കോ മുംബൈയിലേക്കോ ഒക്കെ ടിക്കറ്റ് എടുത്തോ. ലയണൽ മെസ്സി കേരളത്തിലേക്കില്ല.